ശ്രീ സതീഷ് ഗോപി, ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കൊപ്പമുള്ള നമ്മുടെ ആളുകളിൽ ഒരു വലിയ വിഭാഗം കാലാവസ്ഥ അഭയാർത്ഥികളായി മാറുകയാണ്. കാരണം ഇത്തരത്തിൽ ഈ ദുരന്തങ്ങൾ വരുമ്പോൾ സാറ് പറഞ്ഞതുപോലെ സ്കൂളുകളിലേക്കൊക്കെ മാറുന്ന സ്ഥിരമായി തന്നെ ഇത്തരം അവസ്ഥകളുള്ള പല ആളുകളുമുണ്ട്. അവിടെയാണ് മാന്യമായ പുനരധിവാസം ഉറപ്പിക്കണം. അതുപോലെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് അടക്കമുള്ള മാർഗങ്ങളുണ്ട്. കാരണം ദുരന്തങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് ഉറ്റവരൊക്കെ അവരുടെ കൺമുമ്പിൽ ഒലിച്ചുപോയ ആളുകൾ ഇനി എങ്ങനെ മുന്നോട്ട് എന്ന വലിയ ചോദ്യമുണ്ട്. നമ്മൾ ഈ പണം ഒരുപാട് ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നു, ഒരുപാട് ആളുകൾ, സുമനസ്സുള്ള ആളുകൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നു. ഒന്നിനും പഞ്ഞമില്ലാത്ത അവസ്ഥ നമ്മുടെ നല്ല മനസ്സുകൊണ്ട്, മലയാളികളുടെ നല്ല മനസ്സുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. പക്ഷേ അതൊന്നും പോരാ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട്. അവർക്ക് അവരുടെ അടിസ്ഥാനപരമായ മറ്റൊരുപാട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണം. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായ ഈ പെട്ടിമുടി പോലെയുള്ള സ്ഥലങ്ങളിൽ പുനരധിവാസമൊക്കെ എങ്ങനെ എഫക്റ്റീവായി നടന്നു. ഇപ്പോഴും പരാതികളുണ്ട് അത്തരം മേഖലകളിൽ. അതൊക്കെ പരിഹരിക്കണം എന്നുള്ളതും ഒരു പ്രയോറിറ്റിയായി എടുക്കണം. തീർച്ചയായും രഞ്ജിത്ത്, നമുക്ക് എല്ലാ കാര്യങ്ങളിലും 100% പെർഫെക്റ്റോടുകൂടി കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ധാരണ നമുക്കില്ല. അത് വിടാം, കുറെ പിഴവുകൾ വരും. പക്ഷേ പിഴവുകൾ ഇല്ലാതിരിക്കാനുള്ള മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് സാറ് അവസാനം പറഞ്ഞു നിർത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ഇവരെയെല്ലാം മാറ്റിപ്പാർപ്പിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് എന്നും ഫുഡ് കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം എന്ന ഒരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് അവർ നേരത്തെ കഴിഞ്ഞിരുന്ന അതേ രീതിയിൽ, അതേ ഒരു എന്താ പറയുന്ന ഒരു സർക്കംസ്റ്റൻസസിൽ അവർക്ക് കഴിയാനുള്ള ഒരു രീതി ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ സർക്കാരിന്റെ അല്ലെങ്കിൽ അതത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ അവർക്ക് അതുമായിട്ട് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ട് വരും. അത് ഈ ഒരു മാനസികാഘാതം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് വീണ്ടും ഒരു മെന്റൽ ടെൻഷൻ അല്ലെങ്കിൽ ഒരു മാനസിക എന്താ പറയുന്ന ഒരു ആഘാതം വീണ്ടും കൊടുക്കാൻ ഒരു കാരണവശാലും നമ്മൾ ശ്രമിക്കരുത്. സ്നേഹവും സാഹോദര്യവും ഒക്കെ കൊണ്ട് അവരെ പൊതിഞ്ഞ് അവർക്ക് പുതിയ അതായത് ഇപ്പൊ ഗവൺമെന്റ് ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. തീർച്ചയായിട്ടും സമയമെടുക്കും. അതിനൊരു നിർദ്ദേശം, ക്രിയാത്മകമായ നിർദ്ദേശം ശങ്കർ സാറിന് വയ്ക്കാൻ കഴിയും. തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഒരു സെപ്പറേറ്റ് വീടുകൾ അവർക്ക് എങ്ങനെ വച്ചു കൊടുക്കാനൊക്കെ അത് പിന്നീട് പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സജഷൻ കൊടുക്കാൻ കഴിയും. ഇതേപോലെ നമ്മുടെ വിവിധ മേഖലയിലുള്ള ആൾക്കാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി, അത് എഞ്ചിനീയേഴ്സ് ആയിരുന്നാലും ശരി, പിന്നീട് ശാസ്ത്ര സമൂഹമായിരുന്നാലും ശരി, ഒരുമിച്ച് കൂട്ടി അവരുമായിട്ട് ഒരു നിരന്തരം ആശയവിനിമയം നടത്തി വേണം ഇത് ചെയ്യാൻ. അതായത് ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ ഒരിക്കലും തീരുമാനമെടുക്കരുത്. ഇത് ഒരു വൻ ദുരന്തമാണ്. ആ ദുരന്തത്തിന്റെ ആഘാതം എത്രയാണെന്ന് ഇവിടുത്തെ മലയാളി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ അതിന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കൊരു കറുത്ത ഓർഡർ, അതായത് ഒരു ബ്ലാക്ക് ഓർഡർ ഒക്കെ കയറി വന്നു. ആ കയറി വന്ന ഓർഡർ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിഞ്ഞത് അത് ഈ മാധ്യമങ്ങളുടെ കൂട്ടായ ശ്രമം കൊണ്ടാണ്. മാധ്യമങ്ങൾ അത് ജനമധ്യത്തിൽ തുറന്നു കാണിച്ചു, അവരത് പിൻവലിച്ചു. അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. ഇവിടെ നമുക്ക് വേണ്ടത് ആ ഏരിയയിലോട്ട് ഒരു എന്താ പറയുന്നത് ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ള നിലയിലൊന്നും ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ എക്സ്പേർട്ടുകളുടെ ആവശ്യമുണ്ട്, ജിയോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമുണ്ട്, അവിടെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമുണ്ട്. അവരെല്ലാം പോയി അവിടെ നടന്ന് നീങ്ങി അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള നിർദ്ദേശം ക്രിയാത്മകമായിട്ട് കൊടുക്കാൻ കഴിയണം. അതിനൊരു ശാസ്ത്ര സമൂഹം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ആ ശാസ്ത്ര സമൂഹം പരിസ്ഥിതിക്ക് ഏതെല്ലാം രീതിയിൽ കോട്ടം തട്ടാതെ ചെയ്യാൻ പറ്റും നിർദ്ദേശങ്ങളുണ്ട്, ഓരോ പഠനങ്ങളുണ്ട്. ആ പഠന റിപ്പോർട്ടുകളുടെ ആ വെളിച്ചത്തിൽ അവരത് കൃത്യമായിട്ട് ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം. കാലതാമസം ഒരു കാരണവശാലും ഇതിൽ ഒരു കാര്യത്തിനും ഉണ്ടാകാൻ പാടില്ല. സാമ്പത്തികം ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്കിവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്കെല്ലാം കാശ് കൊടുത്ത് സഹായിക്കാം, അത് നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും, അവർക്ക് ജീവനോപാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഇതേപോലെയുള്ള ദുരന്തം കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറിയേക്കും, തീർച്ചയായും മാറിയേക്കും. കാലാവസ്ഥാ വ്യതിയാനം ആ തരത്തിലാണ് നിർവചിക്കുന്നത്.
കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കുന്ന ഒരു ജനതയായിട്ട് കേരളം മാറും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. പിന്നീട് പശ്ചിമഘട്ടം, അത് കഴിഞ്ഞിട്ട് ഇടനാട്, തീരപ്രദേശം. അപ്പോൾ ഇടനാട്, തീരപ്രദേശം ഇത് വളരെ വിട്ടു കുറഞ്ഞ ഒരു ഭൂമിയാണ്. ഇവിടെ ദുരന്തം, ഓരോ കാര്യത്തിനും ദുരന്തം ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. തീർച്ചയായും